ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ചേച്ചിയുടെ വിശേഷങ്ങൾ തന്നെ അറിയാനായിട്ട് എൻ്റെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അർച്ചന രാത്രി ഇരുന്ന് ആ കേസിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം, ആ കോടതി മുന്നിൽ അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചിന്നു വന്ന് ഒരു കപ്പ് ചായ അങ്ങോട്ട് നീട്ടി കൊടുക്കുന്നുണ്ട്. അത് പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അർച്ചന. എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനെങ്ങനെ ഉറങ്ങാനാ, ഞാൻ ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും അമ്മയെ അവിടെ കാണാനില്ല. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴല്ലേ കണ്ടത്, അമ്മ കേസിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസ് ജയിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേ മോളെ, എങ്ങനെയെങ്കിലും ഈ കേസ് ജയിച്ചേ പറ്റുള്ളൂ, ഗീതുവിന് നീതി വാങ്ങി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, അതൊക്കെ നടന്നോളും. എന്തായാലും ഈ ചായ ആദ്യം കുടിക്കുകയെന്ന് പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട്. നീ എപ്പോഴാണ് ഇത് ഈ ചായയൊക്കെ ഇട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുമ്പോൾ അമ്മ എനിക്ക് ചായ വെച്ച് തരാറില്ലേ, അതുപോലെ അമ്മയുടെ ഈ ഒരു പഠിപ്പിനും ഈ ഒരു കേസിൻ്റെ വാദിക്കാനുള്ള ആ ഒരു പ്രിപ്പറേഷനും ഞാൻ ഇതെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ പ്ലാൻ എന്താ ഇനി നാളെ കോടതിയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു പിടിയില്ല മോളെ, കാരണം സാക്ഷിയില്ലാതെ ഞാൻ എങ്ങനെ ഇത് വാദിച്ച് ജയിക്കുമെന്ന് എനിക്കറിയില്ല. ആ രാജീവാണെന്നുണ്ടെങ്കിൽ ഒട്ടും അടുക്കുന്നില്ല, അവനോ അവൻ്റെ അമ്മയോ. എന്തായാലും എനിക്കൊരു സംശയം, അവനെയും അവർ പണം കൊടുത്ത് വിലക്ക് എടുത്തിട്ടുണ്ടാവും എന്നാണെന്ന് പറയുന്നുണ്ട്. അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ദൈവം നമ്മളുടെ കൂടെയാണ്, സത്യമേ ജയിക്കുകയുള്ളൂ. നാളെ സാക്ഷിയുടെ രൂപത്തിൽ ദൈവം ആരെയെങ്കിലും അവിടെ നിയോഗിച്ച് എത്തിച്ചു തരും അവസാന നിമിഷം. അമ്മ പേടിക്കേണ്ട, അമ്മയുടെ കൂടെ തന്നെയായിരിക്കും വിജയം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിന്നു അവിടെ നിന്ന് മാറിയ ശേഷം നമ്മുടെ അർച്ചന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, സാക്ഷിയാണ് വേണ്ടത്, എന്തായാലും ദൈവം അതിനൊരു വഴി കാട്ടി തരട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് ആ രാത്രി തന്നെ നമ്മുടെ അർച്ചനയുടെ 3 അനിയന്മാരും കൂടെ ചേർന്ന് രാജീവിനെ തട്ടിക്കൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കയറൊക്കെ ഇട്ട് കെട്ടി ആ ചെയറിൽ ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നാളെ കോടതിയിൽ വന്ന് ഗീതുവിന് അനുകൂലമായിട്ട് സാക്ഷി പറഞ്ഞു, നീ കള്ളസാക്ഷി പറയുകയൊന്നും വേണ്ട, അവിടെ എന്താണ് ആ രാത്രി സംഭവിച്ചതെന്ന് മാത്രം നീ ആ കോടതി മുമ്പാകെ വന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊന്നും ചെയ്യില്ല, എനിക്ക് അവൾ ആരുമല്ല, അവൾ എങ്ങനെ പോയാലും എനിക്കെന്താ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല, നീ മര്യാദയ്ക്ക് അത് വന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാജീവാണെന്നുണ്ടെങ്കിൽ അതിന് ഒട്ടും അംഗീകരിച്ച് കൊടുക്കുന്നില്ല, ഞാൻ വരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മുകുന്ദൻ ഒറ്റ അടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, മുകുന്ദനും അതുപോലെ തന്നെ അനന്തവും. അങ്ങനെ ശരി ഞാൻ സമ്മതിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെ വഴിക്ക് വാ, ആ ചേച്ചി ഒരു പാവമല്ലേ, നീ ഒന്നില്ലെങ്കിലും അവളുടെ ഭർത്താവല്ലേ, ഒരു മനുഷ്യപ്പറ്റ് എന്നുള്ള രീതിയിലെങ്കിലും അവൾക്ക് അനുകൂലമായിട്ടൊന്ന് സാക്ഷി പറയാൻ നിനക്ക് തോന്നുന്നില്ലല്ലോ, നീ ഇത്ര ദുഷ്ടനാണോ നീചനാണോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയുന്നില്ല രാജീവ്. ഞാൻ എന്തായാലും നാളെ സാക്ഷി പറയാമെന്ന് ഇവരുടെ അടിയും വക്കാണോ ഒക്കെ കേട്ട് അവസാനം രാജീവ് അതിന് സമ്മതം മൂളുന്നുണ്ട്. പിന്നീട് അനന്തനും അതുപോലെ തന്നെ അച്ചുവും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എടാ അച്ചു, ഇതൊരിക്കലും ചേച്ചി അറിയരുത്, ചേച്ചി ഇത് അറിഞ്ഞാലുണ്ടല്ലോ നമ്മളെ വെച്ചേക്കില്ല, ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയാണ് രാജീവിനെ കൊണ്ട് മൊഴി പറയിപ്പിച്ചത്, സാക്ഷി പറയിപ്പിച്ചത് എന്ന് അറിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നമാവും, അതുകൊണ്ട് അത് അറിയിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതൊന്നും ചേച്ചി അറിയാൻ പോകുന്നില്ല, ഞാനായിരിക്കും ഇവനെ നാളെ കോടതിയിൽ ഹാജരാക്കുന്നത്, ഞാൻ അവനിവിടെ എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അച്ചു. പിന്നീട് രാവിലെ നമ്മുടെ അർച്ചന അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഗീതുവിൻ്റെ കേസ് ജയിക്കാനായിട്ട് ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ട്. ദൈവം സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുക, അതുകൊണ്ട് എന്നെ വിജയിപ്പിച്ച് തരണം എന്നൊക്കെയുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് ചന്ദ്ര. അങ്ങനെ ചന്ദ്രയെ കണ്ട് അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അർച്ചന. എന്താ പതിവില്ലാതെ അമ്പലത്തിലേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വന്നത് ദൈവത്തെ സോപ്പിടാനായിരിക്കുമല്ലേ, കേസ് ജയിക്കാനായിട്ട് എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, അത് നിൻ്റെ സ്വഭാവമല്ലേ, നീ എന്താ നിൻ്റെ ഭർത്താവ് കേസ് ജയിക്കാനായിട്ട് സോപ്പിടാൻ വന്നാണോ എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ ഭർത്താവേ ഉയർന്ന ഒരു വക്കീലാ, പേരും പ്രശസ്തി കൊണ്ടും പ്രതാപം കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ എത്തിയതാണ് ഇത്ര വരെ, നിന്നെപ്പോലെ കോപ്പി അടിച്ച് പാസ്സായതും എന്തൊക്കെ തിരിമറി കാണിച്ച് LLB എഴിഞ്ഞ് പാസ്സായ ഒരാളല്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അർച്ചനയെ കളിയാക്കുന്നുണ്ട്. അത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ നീ എന്ത് കരുതിയാലും എനിക്കൊരു വിഷയമില്ല, ഞാൻ
എൻ്റെ ഈ ഉയർച്ചയിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഞാൻ എത്രത്തോളം അതിന് പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ പരാജയപ്പെട്ടാലും ഞാൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. നീയേ ഡിഗ്രി പരീക്ഷയിൽ ബി എ ഇംഗ്ലീഷല്ലേ, ആ ഇംഗ്ലീഷ് പേപ്പറിൽ എന്തൊക്കെയോ തിരിമറി കാണിച്ച് നോക്കി എഴുതി എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഡീഗ്രേഡ് ചെയ്തതല്ലേ, ഡിബാർ ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ മിടുക്ക്, അതിനിപ്പോൾ എന്താ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ചന്ദ്ര അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് എന്തും ആവാം, അപ്പോൾ എന്നെ അതുപോലെ വരുത്തിയെടുക്കാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന. എന്തായാലും നീ ഇന്ന് തോറ്റ് തൊപ്പിടാൻ പോവാടി അർച്ചന, നീ ഇന്ന് കോടതിയിലേക്ക് എഴുന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോ കോടതി ജഡ്ജ്? ചന്ദ്രലേഖയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജഡ്ജ് ആരായാലും ഇന്നത്തെ വിധി അത് എൻ്റെ വിജയേട്ടന് അനുകൂലമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട് കാണാം എന്ന് പറഞ്ഞ് അത് പുച്ഛിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന് പറയുന്നുണ്ട്, എടി നിനക്ക് മെയിനായിട്ട് എന്നോട് അസൂയയാടി. ഇത്രയും നല്ല ഒരു വക്കീലിനെ ഒരു ഭർത്താവായി എനിക്ക് കിട്ടിയതിലും അതിലൂടെ പേരും പ്രശസ്തിയും ഞാൻ നേടിയെടുത്തതിലും എന്നൊക്കെയുള്ള രീതിയിൽ നിനക്ക് എന്നോട് അസൂയാണെന്ന് പറയുന്നുണ്ട്. എനിക്കോ അസൂയോ? എനിക്ക് നിൻ്റെ ഈ ഒരു വിഡ്ഢിത്തരം പൊട്ടത്തരം കേട്ട് എനിക്ക് ചിരിയാ വരുന്നത്. ഞാൻ അമ്പലം ആയതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചിരിക്കാത്തത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. അതെന്താടി നിനക്ക് അങ്ങനെയെന്ന് പറയുന്നുണ്ട്. എടി ആ വിജയശങ്കർ എന്താണ്, എങ്ങനെയാണ്, ആരാണ് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നീ അറിഞ്ഞിട്ടുള്ളത്. അത് നീ മറക്കണ്ട. നീയേ രണ്ടാം ഭാഗമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അർച്ചന പറയുന്നുണ്ട്. അത് കേട്ട് ആകെ ചമ്മി നാറി നിൽക്കുന്നുണ്ട്. വീണ്ടും വീണടുത്ത് കിടന്ന് ഉരുളുന്ന പോലെ ചന്ദ്ര പറഞ്ഞു, നീ ജയിക്കാൻ പോകുന്നില്ലടി എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചനയും. ഞാൻ എൻ്റെ വിജയേട്ടൻ ജയിച്ച നിൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ വന്ന് പടക്കം പൊട്ടിച്ച് ഫ്ലെക്സ് വെച്ച് ഞാൻ ആഘോഷമാക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നല്ലതാ. എന്തായാലും എൻ്റെ ജയത്തിന് നിങ്ങളവിടെ വന്ന് പടക്കം പൊട്ടിക്കുന്നതും ഫ്ലെക്സ് വെക്കുന്നതൊക്കെ എനിക്കൊരു അഭിമാനം തന്നെയാണ്. നിൻ്റെ ജയത്തിനല്ല, എൻ്റെ വിജയേട്ടൻ്റെ ജയം, അതാണ് ഇന്നിവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോര് നടക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കോടതിയിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ അർച്ചന, അതുപോലെ തന്നെ വിജയനും. വിജയശങ്കർ നമ്മുടെ അർച്ചനയെ കണ്ട് പുച്ഛിച്ച് തള്ളുന്നുണ്ട്. എന്താ അവിടെ കാര്യം? തോൽക്കുന്നത് തോൽവി ഏറ്റുവാങ്ങാനായിട്ട് വന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കാര്യമായിരിക്കും, എൻ്റെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് അർച്ചന. ഒരു സാക്ഷി പോലും ഇല്ലാത്ത കേസ് വാദിക്കാനായിട്ട് വന്നിരിക്കുന്നു. പരമ വിഡ്ഢിയാണ് താനൊക്കെ എങ്ങനെ ഈ LLB പാസ്സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പാസ്സായത് അത് എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്. നിങ്ങളെങ്ങനെയാണ് പാസ്സായത്? ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനാവശ്യം പറയരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അനാവശ്യമാവും, എനിക്കെന്താ പറഞ്ഞാലേ എന്നുള്ള രീതിയിൽ അർച്ചനയും തിരിച്ച് ചൂടാവുന്നുണ്ട്. അങ്ങനെ വിജയശങ്കർ പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു വിഡ്ഢിയാണ്. നീ എന്തായാലും ഈ കേസിൽ ജയിക്കാൻ പോകുന്നില്ല. എൻ്റെ കൂടെയാണ് വിധി, എൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ സാക്ഷിയെയും നിങ്ങൾ പണവും കൊടുത്ത് കൈവശപ്പെടുത്തിയ കാര്യമൊക്കെ എനിക്കറിയാം. അതിന് നിങ്ങൾക്ക് പന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും ദൈവം എന്നുള്ളൊരു ആൾ മുകളിലുണ്ട്. നിങ്ങൾ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കർ പറയുന്നുണ്ട്, നീ മനസ്സാക്ഷി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മനസ്സാക്ഷിയല്ല പ്രധാനം, ഇവിടെ ദൃക്സാക്ഷിയാണ് പ്രധാനം. ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗീതുവിന് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഈ കേസ് ജയിക്കാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കും അറിയാം. എന്തായാലും കോടതിയിൽ എങ്ങനെ നടക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് രണ്ടാളും കോടതി മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മുടെ വിജയശങ്കർ വാദിച്ച് നോക്കുന്നുണ്ട്. ജഡ്ജ് എന്തുകൊണ്ടും ഈ കേസ് വെറും കൃത്രിമമായി ഉണ്ടാക്കി ചമഞ്ഞെടുത്ത കേസാണ്. എൻ്റെ പ്രതികൾക്കെതിരെ ഇവർ കുറ്റം ആരോപിക്കുകയാണ്. അതിനൊരു തെളിവോ സാക്ഷിയോ ഇവിടെ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കരുത്. എൻ്റെ പ്രതികളെ വിട്ടയക്കണം, നിരപരാധികളാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ വിട്ടയക്കണമെന്ന് വിജയശങ്കർ അവിടെ വാദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അർച്ചന എണീച്ചെന്ന് പറയുന്നുണ്ട്, അങ്ങനെയല്ല ഓണർ, എനിക്ക് എൻ്റെ ഗീതുവിനെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൾ ഇതിൽ തെറ്റുകാരിയല്ല എന്നൊക്കെ പറയുന്നത്. വെറുതെ വായാലെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സാക്ഷി വേണമെന്ന് ജഡ്ജും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് ജഡ്ജ്. ഞാൻ ഇവിടെ അർച്ചന അഡ്വക്കേറ്റിൻ്റെ അനിയനാണ്, ഞാനിവിടെ സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. സാക്ഷിയോ? ആരാ സാക്ഷി എന്നുള്ള രീതിയിൽ വിജയശങ്കറും അതുപോലെ തന്നെ അർച്ചനയും ഗീതുവും എല്ലാം അമ്പരന്ന് നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രാജീവിനെയും കൊണ്ട് അച്ചു ആ കോടതി മുറിയിലേക്ക് വരുന്നത്. അങ്ങനെ രാജീവിനെ കണ്ട് എല്ലാവരും അങ്ങോട്ട് പകച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും രാജീവ് നമ്മുടെ ഗീതുവിന് അനുകൂലമായിട്ടുള്ളൊരു മൊഴി പറയുമെന്ന് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്.